കുറുപ്പേ, നാളെ 1-ാം തീയതിയാ. 7 മണിക്ക് മുമ്പേ അമ്പലത്തിലെത്തണം. കഴിഞ്ഞ മാസത്തെ പോലെ താമസിക്കരുത് കേട്ടോ. കുറുപ്പ് റെഡി. ആ, തിരിച്ചു വരുമ്പോ ഭാരതി ടീച്ചർ അവിടെ നിന്ന് ഇറങ്ങി അവരെയും കൂട്ടി ആ തട്ടാന്റെ അടുക്കലൊന്ന് പോണം. സുഹാസിന്റെ നെക്ലസ് ഒന്ന് മാറ്റി പണിയാനാ. അപ്പോഴേ സുമതിക്കുട്ടിയമ്മേ, ഈ ഭാരതി ചേച്ചിയെയും കൂട്ടി തട്ടാനും മുട്ടാനും ഒക്കെ നടന്നാലേ എന്നെ എപ്പോഴാണ് ഓഫീസിലോട്ട് ഇറക്കുക? ഇതേ മുനിസിപ്പാലിറ്റി വക കാറാണ്. ഒരു മുനിസിപ്പാലിറ്റിയും ചെയർമാനും. ഇത് കേട്ടാ തോന്നുന്നു നേരെ അവിടെ ചെന്ന് മല മറിക്കുവാണെന്ന്. ഇതാ ഇങ്ങോട്ട് നോക്കിയേ, ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ യാത്ര ചെയ്യാൻ തന്നെയാ കാറ് തന്നിരിക്കുന്നത്. മന്ത്രിമാരുടെ വേലക്കാരെ മാർക്കറ്റിൽ പോകുന്ന പോലും സ്റ്റേറ്റ് കാറില്ല, അറിയാവോ? താൻ എന്തോന്നാണ് നോക്കിക്കുന്നത്? ആ കാർ അകത്തിട്ട് പൊയ്ക്കോളൂ. വലിയ സിനിമാ താരമാണെന്നും പറഞ്ഞ് സത്യത്തിന് എവിടെ നിന്ന് കെട്ടിയെടുത്തോണ്ട് വന്നോ എന്തോ. മറ്റും ഭാവം കണ്ടാ തോന്നും സിൽക്ക് സ്മിതയാണെന്ന്. അത് ആസ്വദിക്കണമെങ്കിൽ കലാബോധം വേണോടി. ഓ, കലാബോധം കൂടിപ്പോയതുകൊണ്ടായിരിക്കും ആളുകൾ കൂകി വിളിപ്പിച്ചത്. നിന്നെ പോലുള്ള അലവലാദികൾ എവിടെയും കാണും. അലവലാതി നീയാടി, നീയാ. തുളസി, തുളസി, ഞാനാ ആദ്യം വിളിച്ചത്. ഞാനാ വിളിച്ചത്. ആഹാ ആഹാ, ഇതും പറഞ്ഞ് വഴക്കടിക്കണ്ട. ആരാദ്യം വിളിച്ചാലും ദേ ഞാൻ എത്തിയിരിക്കുന്നു. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി രണ്ടാളും. ഡാൻസൊക്കെ നന്നായോ?